വിമാനത്തിലുണ്ടായിരുന്ന 241 പേർ മരണപ്പെട്ടു. രക്ഷപ്പെട്ടത് ഒരേ ഒരാൾ എന്നാണ് ഇപ്പോൾ അതൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അനൂപ് ദാസ് തുടരുന്നുണ്ട്. അനൂപ് ഇപ്പോൾ ഒരിക്കൽ കൂടിയിട്ടൊരു വാർത്തയാണ്, ഒരു ഔദ്യോഗികമായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. ഒരാളാണ് രക്ഷപ്പെട്ടതല്ലേ? ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഒരാൾ രക്ഷപ്പെട്ടു എന്നത്. എന്നാൽ അതിന് തൊട്ടു മുൻപാണ് ഗുജറാത്തിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഒരാൾ കൂടി, ഒരു ഇന്ത്യൻ പൗരൻ കൂടി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അത് ശരിയല്ല. യഥാർത്ഥത്തിൽ ഒരാൾ മാത്രമേ, ഒരു ബ്രിട്ടീഷ് പൗരൻ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്ന വിവരം ഔദ്യോഗികമായിട്ട് നമ്മുടെ സർക്കാർ സ്ഥിരീകരിക്കുകയാണ്. 241 പേർ, വിമാനത്തിലുണ്ടായിരുന്ന 241 പേർ മരണപ്പെട്ടു, ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. ഇതിൻ്റെ കൂടെ ഇനി ചേർക്കാനുള്ളത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ആ ഹോസ്റ്റലിലെ കുട്ടികൾ എത്ര പേർ മരണപ്പെട്ടു എന്ന കണക്കാണ്. അത് ഔദ്യോഗികമായിട്ട് നമുക്ക് ലഭ്യമായിട്ടില്ല. ഒരാൾ മരണപ്പെട്ടു എന്ന് നേരത്തെ ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള മരണസംഖ്യ 242 ഇപ്പോൾ. അത് കൂടാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ ഗുരുതരാവസ്ഥയിൽ ഒരുപാട് പേർ ആശുപത്രിയിലുണ്ട് എന്ന വസ്തുത നമുക്ക് മുന്നിലുണ്ട്. ശരിയാണ്. വിമാനത്തിലുണ്ടായിരുന്നത് 242 പേരാണ്. അതിൽ 241 പേരും മരണപ്പെട്ടു എന്നുള്ളതാണ്. ഒരേ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. അതിൻ്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അത് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും വരികയും ചെയ്യുന്നുണ്ട്. 241 പേർ, വിമാനത്തിലുണ്ടായിരുന്ന 241 പേരും മരണപ്പെട്ടു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആശങ്കയേറ്റി ഈ അപകടം നടന്ന സ്ഥലത്ത് ആ ദൃശ്യങ്ങളാണ്, വലിയ നാശനഷ്ടമാണ്. അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആശുപത്രിയിൽ ആ ഇടങ്ങളിൽ നിന്നുള്ളവരും ചികിത്സയിലാണ്. അത് ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി വീണ്ടും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.